കേരളത്തിലെ ജനങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെല്ലാം രീതിയിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തുക എന്നുള്ളതാണ്. ഒരാൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല സമ്പത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേർ സമ്പന്നരാവേണ്ടതാണ്. ഓരോ ആളുകളുടെയും ഐഡിയയെ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റിനെ, അവരുടെ ടാലൻസിനെ എങ്ങനെ വാല്യൂ ആക്കാമെന്നും ആ വാല്യൂ എങ്ങനെ സമ്പത്താക്കി മാറ്റാമെന്നും അറിയാവുന്ന ആളുകൾ അവരുടെ സേവനം ഈ സൊസൈറ്റിയിലേക്ക് ഒരുപാട് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ട്, പല പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ട്, പക്ഷേ അതെങ്ങനെ സമ്പത്താക്കി മാറ്റാം എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും കോപ്പി അടിക്കുന്നത്. എല്ലാവരും ഒരേ മേഖല, എല്ലാവർക്കും ഇപ്പം എന്താ നേഴ്സിംഗ്, ഒന്നുകിൽ നേഴ്സിംഗ് ആയിട്ട് ജോലിക്ക് പോകും, അല്ലെങ്കിൽ അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ്, അല്ലെങ്കിൽ അത് ഒരാൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല, എല്ലാവരും ഒരേ മേഖലയ്ക്ക് അങ്ങോട്ട് പോവുകയാണ്. എല്ലാവരും ഒരുപോലെ ആവാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഴിവോ ടാലൻറ്റിനോ എങ്ങനെയാണ് സമ്പത്താക്കി മാറ്റാൻ കഴിയുക എന്ന് ആർക്കും അറിയാത്തതാണ്. ഓരോ ആളുകളുടെയും ടാലൻറ്റിനെ, അവരുടെ യുണീക്ക്നെസ്സിനെ, അവരുടെ ഇൻട്രസ്റ്റിനെ, അവരുടെ ഐഡിയയെ എങ്ങനെ വാല്യൂ ആക്കി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ആളുകൾ ഇവിടെ ഒരുപാടുണ്ടാവുകയാണ്. തന്നെ ഇവിടെ ഒരുപാട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനും ഒരുപാട് സമ്പത്ത് ഇവിടെ തന്നെ കേന്ദ്രീകരിക്കാനും കഴിയും. അത് ഇവിടെയല്ല, എവിടെയാണ് അത് ചെയ്യുന്നത് അവിടെ അത് ആ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് ആളുകൾക്ക് പുറത്ത് പോകേണ്ട ആവശ്യവും വരില്ല. പുറത്ത് പോകുന്നതുകൊണ്ട് പ്രശ്നമുണ്ടായിട്ടില്ല, പക്ഷേ അവിടെയും എല്ലാവരും ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വാല്യൂ ക്രിയേഷനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ലിവറേജ് ആണ്. ലിവറേജ് ചെയ്യുന്നവരാണ് സമ്പന്നരാകുന്നത്. സാധാരണക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ അവർ ലിവറേജ് ചെയ്യുന്നില്ല. അവരുടെ സ്വന്തം സമയവും അധ്വാനവുമാണ് അവർ കൊടുക്കുന്നത്. അതിനുള്ള പണമാണ്, അല്ലെങ്കിൽ അതിനുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. ആ കൊടുക്കുന്ന അവരുടെ അധ്വാനവും അവരുടെ സമയവും കൊടുത്ത് ഉണ്ടാക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വാല്യൂ ആണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ അറിയുന്നത്. അതുകൊണ്ടാണ് അവരിലോട്ട് സമ്പത്ത് വളരെ കുറച്ച് വരുന്നത്. ഇപ്പോൾ സമ്പന്നർ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലിവറേജ് ചെയ്യുകയാണ്. എന്തെല്ലാമാണ് ലിവറേജ് ചെയ്യുന്നത്? ഒന്നുകിൽ ആളുകളെ ഒരുപാട് ആളുകളെ ഹയർ ചെയ്യും. അപ്പോൾ അത്രയും ആളുകളുടെ ടൈം കിട്ടും, എഫർട്ട് കിട്ടും, അത്രയും ആളുകളുടെ ഐഡിയാസ് കിട്ടും. പിന്നെ ഒരുപാട് പണം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന് പ്രത്യേകമായ ഐഡിയ ഉണ്ട്. അവർക്ക് എങ്ങനെ ആ ഐഡിയയെ വാല്യൂ ആക്കാനും അതിനെ പണമാക്കി മാറ്റാനും കഴിയും എന്നുള്ള ഒരു അറിവുള്ളതുകൊണ്ട് അതിലേക്ക് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യാനും അതിലേക്ക് ഒരുപാട് ആളുകളെ കൊണ്ടുവരാനും ടെക്നോളജിക്കലായിട്ടും മെക്കാനിക്കലായിട്ടും ഒരുപാട് ലിവറേജ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ, അവർ ക്രിയേറ്റ് ചെയ്യുന്ന വാല്യൂ ഒരുപാട് വലുതാണ്. അതുകൊണ്ടാണ് അവരിലേക്ക് പണം വരുന്നത്. സമ്പത്തും വാല്യൂ ക്രിയേഷൻ തമ്മിലുള്ളൊരു ബന്ധമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.